18-ാം നൂറ്റാണ്ടിന്റെ ആദ്യവാരത്തിൽ സൗദി അറേബ്യയിലെ ദജിദിൽ രൂപം കൊണ്ട വഹാബിസം 1703 ഉയൈനയിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കരങ്ങളാലാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഇസ്ലാമിലെ സൂഫി സരണിയെയും ആത്മീയ കേന്ദ്രങ്ങളെയും അധിക്ഷേപിച്ച ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങളിൽ പ്രചോദിതമായാണ് ഇബ്നു അബ്ദുൽ വഹാബ് ഈ പുതിയ മതം വിഭാവനം ചെയ്യുന്നത്. ജഗനിയന്താവായ നാഥനോട് പങ്കുചേർക്കുന്നതിന് സമാനമാണ് മക്ബറ സന്ദർശനമെന്നാണയിട്ട് മുസ്ലിങ്ങളെ അവിശ്വാസികളാക്കി വേട്ടയാടിയതിന്റെ ചിത്രം ഭീകരതയുടെ പുരാവൃത്തമാണ്. ഇസ്ലാമിൽ കടന്നുകൂടിയ ദുരാചാരങ്ങൾക്കെതിരെ ജിഹാദ് നടത്തിയവർ, മുവഹിദുകൾ, ഏകത്വത്തെ കാത്തുസൂക്ഷിക്കുന്നവർ എന്ന് സ്വയം അവകാശപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിം ഐക്യത്തെ തകർക്കാൻ ഛിദ്രത സൃഷ്ടിക്കാനും നുഴഞ്ഞുകയറിയ ഖവാരിജികളോട് സമാനമായ കടന്നുകയറ്റമായിരുന്നു ഇത്. മാനവ ഐക്യത്തിന്റെ ശിരസിൽ കത്തിവച്ച് രക്തരൂക്ഷിതമായ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ട ഖവാരിജി സമൂഹത്തിന്റെ ഭീകര ചിത്രമാണ് അഭിനവ ഖവാരിജിയാക്കളും അനുധാവനം ചെയ്യുന്നത്. നജിദിൽ ശൈത്താന്റെ കൊമ്പ് മുളക്കുമെന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കിയ ചരിത്രമാണ് വഹാബിസത്തിന്റേത്. മധ്യ അറേബ്യയിലെ ദർഇയയിൽ നിന്ന് ദുർബോധനം തുടങ്ങിയ ഇബ്നു അബ്ദുൽ വഹാബും അനുചരരും അനേകം പണ്ഡിതരുടെ രക്തം ചിന്തിയാണ് വിപ്ലവം സാധ്യമാക്കിയത്. നജിദിലെ ഭരണാധികാരിയായിരുന്ന ഇബ്നു സഊദുമായുള്ള ബന്ധത്തിലൂടെ അറേബ്യയുടെ ഔദ്യോഗിക മതമായി വഹാബിസം അംഗീകരിക്കപ്പെടുകയായിരുന്നു. മതപരിഷ്കരണവാദിയുടെ മകളെ രാജാവ് കല്യാണം കഴിച്ചതോടെ ഈ ബന്ധം സുദൃഢമായി. അറേബ്യയുടെ ചരിത്രകാരന്മാരിൽ പ്രമുഖനായ ഫിലിപ്പ് കേഹിറ്റ് ഇതിനെ മതവും വാളും തമ്മിലുള്ള വിവാഹം എന്നും വിശേഷിപ്പിക്കുന്നു. സൗദ് ഭരണകൂടത്തിന്റെ നടുക്കിയ നരനായാട്ടിനൊടുവിൽ അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ കീഴടങ്ങി. ത്വായിഫിൽ പ്രതിരോധ വലയം സൃഷ്ടിച്ചവരെ അരുംകൊല ചെയ്ത് രക്തപ്പുഴ ഒഴുക്കി. ഈ പടയോട്ടത്തിൽ ഒരു മഹാചരിത്രത്തിന്റെ ശേഷിപ്പുകൾ നിലംപതിച്ചു. അറേബ്യൻ ഊശ്വരതയെ ഊർവരമാക്കിയ ഒരു സംസ്കൃതിയുടെ പ്രതിനിധാനങ്ങളായി പ്രക്ഷോഭിച്ചിരുന്ന ചരിത്ര സ്മാരകങ്ങളും സാംസ്കാരിക നിലയങ്ങളും തകർന്നടിഞ്ഞു. നൂറ്റാണ്ടുകളോളം വിശ്വാസി ഹൃദയങ്ങളിൽ വെളിച്ചം പകർന്ന ദർഗകളും മസാറുകളും ഇടിച്ചു നിരത്തി. ജബീലയിലെ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ തകർക്കാൻ ഇബ്നു അബ്ദുൽ വഹാബ് മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുത്തു. പ്രവാചകരുടെ ശേഷം മക്കയിൽ പ്രവാചകനാണെന്ന് വാദിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള യുദ്ധത്തിൽ പടനയിച്ച സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെയും അനുചരരുടെയും മക്കാമുകളാണ് അവർ തകർത്തുകളഞ്ഞത്. തുടർന്ന് നടന്ന വഹാബി താണ്ഡവങ്ങളിൽ പല നാഗരിക ശേഷിപ്പുകളും നശിപ്പിക്കപ്പെട്ടു. കുരിശ് യുദ്ധത്തിന്റെ നാളുകളിൽ അന്തർധാനം ചെയ്യപ്പെട്ട പൈതൃകങ്ങളെക്കാൾ അധികമായിരുന്നു ഈ ഭീകരരുടെ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടത്. പുണ്യ റസൂലിന്റെ അനുചരരിൽ പ്രമുഖനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, റസൂലിന്റെ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന ബഖീ തരിപ്പിണമാക്കിയ നജിദിയൻ തീവ്രവാദികൾ വ്യക്തിപൂജയ്ക്കെതിരെ ജിഹാദ് നടത്തി പ്രവാചകരുടെ വീട് വരെ പൊളിച്ചുമാറ്റി. മക്കയുടെ അധികാരം നിലനിർത്തി. തിരുശേഷിപ്പുകളെ സംരക്ഷിച്ചു പോന്നിരുന്ന ഷെരീഫുമാരെ കൂട്ടക്കൊല ചെയ്ത് രക്തം ചിന്തിയാണ് മക്ക അധിനിവേശം നടക്കുന്നത്. സാത്വികരായ അനേകം സൂഫികളുടെ ദർഗകൾ തച്ചുടച്ച് ഒരു മഹാചരിത്രത്തിനവർ തീയിട്ടു. ഇന്നും ഈ ഭീകരതയുടെ നടുക്കുന്ന ഓർമ്മകളുമായി മക്ക വിശ്വാസികളുടെ മനസ്സുകളെ മുറിപ്പെടുത്തുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വഹാബിസത്തിന്റെ ഈ ഭീകരതാണ്ഡവങ്ങളെ അടയാളപ്പെടുത്തുന്നു. ലോക മുസ്ലിങ്ങളുടെ ഹൃദയഭൂമിയായ മദീനയും വഹാബി തേരോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒട്ടോമൻ ചക്രവർത്തി സുലൈമാൻ ഖാൻ നിർമ്മിച്ച ചുറ്റുമതിൽ പൊളിച്ച് അകത്ത് കടന്ന മുജാഹിദുകൾ മഹത്തുക്കളായ അനേകം സ്വഹാബികളുടെ ദർഗകൾ തരിപ്പിണമാക്കി.
ഈ ഭീകര നരനായാട്ട് AD 1807 നടന്നത്. വഹാബിസത്തിന്റെ നാൾവഴികൾ രക്തപങ്കിലമായ അധ്യായങ്ങളുടെ സമാഹാരമാണ്. ഇസ്ലാമിന്റെ മാനവിക ദർശനങ്ങളിലേക്ക് കടന്നുകയറി ചരിത്രത്തിൽ ഇരുട്ടു നിറച്ച വഹാബിസം ഇബ്നു അബ്ദുൽ വഹാബിന് ശേഷം ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദുദ്ദീല, സയ്യിദ് കുത്തുബ് എന്നിവരിലൂടെ വളർന്ന് ചരിത്രത്തെ തമോമയമാക്കി. മാനുഷിക ബന്ധങ്ങളുടെ പുത്തൻ സമവാക്യങ്ങളിൽ ഒരു സമൂഹത്തിന്റെ ദിശാമുന്നേറ്റം അടയാളപ്പെടുത്തിയ ഇസ്ലാമിന്റെ വിചാരധാരയിൽ വഹാബിസം ബോംബ് വർഷിപ്പിച്ചു. ഇന്നും അതിന്റെ അതിക്രമങ്ങൾ ഭീകരമായി പടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭീകരരുടെ മുന്നിൽ വിശുദ്ധിയുടെ ഗോപുരങ്ങൾ തകർന്നടിയുന്നു. ഒരു മഹാനാഗരികതയുടെ ചരിത്രശേഷിപ്പുകൾ തുടച്ചു നീക്കപ്പെടുന്നു. കാലത്തിന്റെ വിളക്കുമാടങ്ങളായി നിലക്കാത്ത പ്രഭാവം പരത്തിയ ആത്മീയ കേന്ദ്രങ്ങളും മസാറുകളും തകർത്ത് ഒരു മഹാദർശനത്തിന്റെ ചരിത്രത്തിന് അന്ത്യം കുറിക്കുകയാണ്. ചരിത്രത്തിന്റെ മനം പുരുട്ടിയ കുരിശുയുദ്ധത്തിന്റെ നാളുകളിൽ തകർന്ന ഇസ്ലാമിക നാഗരികത നജദിയൻ തീവ്രവാദികളിലൂടെ പുതിയ ദൌത്യത്തിന്റെ സാക്ഷാത്കാരമാവുകയാണ്. ഖബർ പൂജ എന്ന് ആത്മീയ കേന്ദ്രങ്ങളെ അധിക്ഷേപിച്ച് ഈ ഭീകരർ ശ്മശാന വിപ്ലവം സാധ്യമാക്കുന്നതിന്റെ ഭീകര ദൃശ്യങ്ങളാണിത്. ആഫ്രിക്കൻ രാഷ്ട്രമായ സൊമാലിയയിൽ അൽ-ഷബാബ് സലഫിസ്റ്റ് ഗ്രൂപ്പ് ഇസ്ലാമിക പൈതൃകങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. വഹാബി താണ്ഡവങ്ങളിൽ തകർക്കപ്പെടുന്ന ഈ ശേഷിപ്പുകൾ ഒരു മഹാചരിത്രത്തിന്റെ കഥ പറയുന്നവയാണ്. മറ്റൊരു രാഷ്ട്രമായ മാലിയിലെ തിംതുവിൽ സലഫിസ്റ്റ് അൻസാർ ഗ്രൂപ്പിന്റെ അതിക്രമങ്ങൾ മതേതരത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങളായാണ് ലോകം വീക്ഷിക്കുന്നത്. വിശ്വാസികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറ തകർക്കുകയാണ് മുജാഹിദുകൾ. അൽ അൻസാറിന്റെ പടയോട്ടങ്ങളിൽ അന്തർദാനം ചെയ്യപ്പെടുന്ന നാഗരിക ശേഷിപ്പുകളിലൂടെ മാലിയുടെ ചരിത്രമാണ് ഇരുളടയുന്നതെന്ന് അൽ ജസീറ പറയുന്നു. അൽ അൻസാറിന്റെ ഈ അതിക്രമങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണെന്ന് ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി വരെ അപലപിച്ചു. Well, as you understand, UNESCO is not an organization which will go there and then move everybody. It will be very difficult. I think our mission is to record the importance of this heritage for the humanity. And you also heard that the spokesperson of the Secretary General of the United Nations also qualified this action as unjustifiable. മാലി, അൾജീരിയ, സൊമാലിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലധികവും വ്യാപിച്ചു കിടക്കുന്ന ഈ മതഭീകരർ അഫ്ഗാനിസ്ഥാനിലെ അൽ ഖ്വയ്ദയുമായി ദൃഢമായ ബന്ധമുള്ളവരാണ്. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ ഇസ്ലാമിസ്റ്റ് മുന്നേറ്റങ്ങളുടെ ഭാഗമായി സൂഫി ദർഗകളും സാംസ്കാരിക നിലയങ്ങളും മണ്ണിടിയുകയാണ്. ചരിത്രപ്രധാനമായ നാഗരിക അടയാളങ്ങൾ നശിപ്പിച്ച് ഇസ്ലാമിക ചരിത്രം ഇരുട്ടു നിറക്കാനുള്ള നിഗൂഢമായ ശ്രമങ്ങളാണിതിന് പിന്നിലെന്ന് വ്യക്തമാണ്. ലിബിയയിൽ ഇസ്ലാമിക പ്രചരണത്തിനായെത്തിയ സുഹൈബ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ തകർക്കുന്ന ദൃശ്യങ്ങളാണിത്. A wave of shrine demolition seems to be gripping Libya.
In broad daylight, bulldozers destroyed decades-old Sufi shrine in the capital Tripoli on Saturday. This is what's left of the Al-Sha'ar shrine. The attack is said to have taken place as Libyan security forces looked on. Witnesses say a group of Salafi Muslims who disapproved shrines and tombs were behind the attack. വഹാബി അതിക്രമങ്ങൾ മാനുഷികതയോടുള്ള ക്രൂരതയാണ് എന്ന് ഇവ സാക്ഷ്യപ്പെടുത്തുന്നു. ഇസ്ലാമിന്റെ പേരിൽ മതഭീകരത സൃഷ്ടിച്ച് മതത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവരാണിവർ. ലിബിയയിൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ലൈബ്രറികളും ഈ ഭീകര താണ്ഡവങ്ങളുടെ ഫലമായി നാമാവിശേഷമാകപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം കൽപ്പിക്കുന്ന മതമൈത്രിക്ക് വിഘ്നം സൃഷ്ടിച്ച് വഹാബി ഭീകരതയുടെ കുടിപ്പക തീർന്നിട്ടില്ലാത്ത ചിത്രങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ കുന്നുകൾ നിവർത്തുന്നത്. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് ഏകദേശം 230 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ബാമിയാൻ ബുദ്ധസംസ്കാരത്തിന്റെ ശേഷിപ്പുകളുമായി തലയുയർത്തി നിൽക്കുന്നു. 2001 മാർച്ച് 1-2 ദിവസങ്ങളിൽ അഫ്ഗാൻ മുജാഹിദുകളായ താലിബാൻ മതേതരത്വത്തിന്റെ കുംഭഗോപുരങ്ങളായ ബുദ്ധപ്രതിമകൾ ഡൈനാമിറ്റ് വെച്ച് തകർത്തതിന്റെ ദൃശ്യങ്ങളാണിത്. Send your blessings on us like a downpour, a downpour. Allah, 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 ആധുനിക ലോകത്തെ ഭീകരതയുടെ പ്രതീകമാണ് വഹാബിസം. വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത നാമങ്ങളിൽ ഛിദ്രതയുടെ രാക്ഷസക്കണ്ണുകളുമായി അത് സംഭീതി പടർത്തുന്നു. വഹാബിസത്തിന്റെ ഭീകരദൃശ്യങ്ങൾ മനുഷ്യത്വത്തിന് നേരെയുള്ള കയ്യേറ്റങ്ങളായി ലോകം അംഗീകരിച്ചിരിക്കുന്നു. أشرف زادا senin kemter kulundur İlahi kulunu senden ayırma İlahi kulunu senden ayırma. ആധുനിക ലോകത്തിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്ന് സാമ്രാജ്യത്വം അടിവരയിടുന്നു. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിന്റെ പതനം കാരണം ലോകം അത് ശരിവച്ചു. പാവനമായ ഇസ്ലാമിക ദർശനങ്ങളെ ചുട്ടുകരിച്ച് ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കിയത് ഇവർ ചെയ്തുവച്ച ക്രൂരതയാണ്. ചരിത്രത്തിന്റെ അടിവേരറുക്കുന്ന ഇവർ യാങ്കി സാമ്രാജ്യത്തിന്റെ നരമേധങ്ങൾക്ക് വാതിൽ തുറന്നുകൊടുക്കുന്നു. Like a downpour, a downpour. Allah, 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 വഹാബി ഭീകരരുടെ കരങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചു പിളർക്കുന്നു.
കരയുന്ന കുഞ്ഞു മനസ്സുകൾക്ക് ഭീതിയുടെ 1000 പേമാരി വർഷിപ്പിക്കുന്നു. മലാല യൂസുഫ് സായി അഫ്ഗാൻ മുജാഹിദിന്റെ മരിക്കാത്ത ഇരയാണ്. أشرف زاده senin kemter kulundur Eşref zade senin അറബ് വസന്തം പശ്ചിമേഷ്യയുടെ ചരിത്രം മാറ്റിയെഴുതുമ്പോൾ പാവനമായ ഇസ്ലാമിക പൈതൃകങ്ങളാണ് ഒഴിച്ചുമൂടപ്പെടുന്നത്. ilahi ബാഗ്ദാദിലെ രക്തം മണക്കുന്ന തെരുവുകളും ഗാസയിലെ നിലവിളിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും ഈ കിങ്കരന്മാരുടെ ക്രൂരതയുടെ സാക്ഷ്യപത്രങ്ങളാണ്. ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് താർക്കാൻ കേന്ദ്രമിന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. ഓർക്കുക, പാവനമായ ഇസ്ലാമിക പൈതൃകത്തെ ആധുനികതയുടെ ഭീകര സത്വങ്ങളായി അടയാളപ്പെടുത്തിയത് ആരാണ്? യാ റസൂലല്ലാഹ്, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുടെ ആത്മവിലാപങ്ങളാണിത്. വ്യതിത മനസ്സുകളുടെ അടക്കാനാവാത്ത നോവുകളാണിത്. ആധുനികതയുടെ കുത്തൊഴുക്കിൽ ജീർണിച്ച ആത്മാവുകളുടെ രോദനങ്ങളാണിത്. യാ റസൂലല്ലാഹ്, വന്ധ്യമായ ജീവിതത്തിന്റെ വേദനയിൽ കുളയുന്ന മനസ്സുകൾക്ക് ആശ്വാസമാണെന്ന്, നിരാശയുടെ ആവനാഴിയിൽ വേദനിക്കുന്ന ഹൃദയങ്ങളുടെ ആശ്രയമാണെന്ന്. അങ്ങാണ് ഞങ്ങളുടെ അഭയം, അങ്ങ് മാത്രം യാ റസൂലല്ലാഹ്. സൂക്ഷിക്കുക, ഇത് മനുഷ്യത്വം മരവിക്കാത്ത അനേകം ആത്മാവകളുടെ കയ്യൊപ്പുകളാണ്. തിരുജീവിതത്തിന്റെ ജ്വലിക്കുന്ന സ്മരണയിൽ മതിക്കുന്ന ഹൃദയത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. വിശ്വാസഹൃത്തുക്കളുടെ നശിക്കാത്ത ആത്മവിലാസങ്ങളാണ്. ചിന്തിക്കുക, ക്രൂരതയുടെ അടയാളങ്ങൾ ബാക്കിവെച്ച് വഹാബിസം ഇസ്ലാമിനെ എങ്ങനെ പ്രതിനിധീകരിക്കും?